എല്ലാവരെയും അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്കിന്ന് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിംഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്, പർച്ചേസസ്, സെയിൽസ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡ്രോയിങ്സ്. അക്കൗണ്ടൻസി പഠിക്കുന്നതിന് ഈ ഓരോ ടേംസും എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ബേസിക് ടേംസ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടൻസിലുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് സിമ്പിളായി സോൾവ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഓരോ പദങ്ങളും വ്യക്തമായി തന്നെ വിശകലനം ചെയ്യാം. ഇനി നമുക്ക് അസറ്റ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദി ബിസിനസ്. ബിസിനസ് കൈവശം വച്ചിരിക്കുന്ന ആസ്തിയെയാണ് നമ്മൾ അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അസറ്റിനെ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ഒരാൾ 2 ലക്ഷം രൂപ മുടക്കി ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ 1 ലക്ഷം രൂപ കയ്യിൽ വെച്ചു. 50,000 രൂപ ബാങ്കിൽ കമ്പനിയുടെ പേരിൽ നിക്ഷേപിച്ചു. ബാക്കി വരുന്ന 50,000 രൂപയ്ക്ക് കുറച്ച് വസ്തുക്കൾ വാങ്ങിച്ചു. ഈ ട്രാൻസാക്ഷനെ നമുക്ക് 3 രീതിയിൽ മനസ്സിലാക്കാം. കയ്യിലുള്ള പണത്തെ ക്യാഷ് ഇൻ ഹാൻഡ് എന്നും, ബാങ്കിൽ നിക്ഷേപിച്ച പണത്തെ ക്യാഷ് അറ്റ് ബാങ്ക് എന്നും, വസ്തുക്കൾ വാങ്ങിച്ച പണത്തെ ഗുഡ്സ് എന്നോ അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഏത് തരത്തിലുള്ള ഗുഡ്സാണോ വാങ്ങിച്ചത് ആ രീതിയിലും കൺസിഡർ ചെയ്യാം. ഇതെല്ലാമാണ് അസറ്റ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അസറ്റിനെ നമുക്ക് 2 തരത്തിൽ വിഭജിക്കാം. ഒന്ന് കറൻറ്റ് അസറ്റ്, രണ്ടാമത്തേത് ഫിക്സഡ് അസറ്റ്. കറൻറ്റ് അസറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റിനെയാണ് കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി കറൻറ്റ് അസറ്റിന് കീഴിൽ ഏതൊക്കെ ടേംസ് ആണ് വരുന്നത് എന്ന് നോക്കാം. എക്സാമ്പിൾ, ക്യാഷ് ഇൻ ഹാൻഡ്. ഇത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ക്യാഷിനെയാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്യാഷ് അറ്റ് ബാങ്ക്. കമ്പനിയുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതും കറൻറ്റ് അസറ്റിൽ ഉൾപ്പെടുന്നതാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അസറ്റാണ് ഫിക്സഡ് അസറ്റ്സ്. ദീസ് ആർ ലോങ് ടേം റിസോഴ്സസ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ലേറ്റർ. ദീർഘകാലയളവിൽ ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന തരം ആസ്തിയെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ കൂടുതൽ കാലയളവിനുള്ളിൽ വിത്തിൻ 1 ഇയർ ആകുമ്പോൾ കറൻറ്റ് അസറ്റ് ആവും. ഒരു വർഷത്തിൽ മുകളിൽ ക്യാഷാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇവയെല്ലാം ബിസിനസ് ഓണർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ പണം ആവശ്യമായി വന്നാൽ വിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള അസറ്റുകളാണ് ഇത്. ഇനി നെക്സ്റ്റ് ടേം ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഫേമിൻ്റെ ബാധ്യതകളെയാണ്. ലയബിലിറ്റിയെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. ഷോർട്ട് ടേം ലയബിലിറ്റി എന്നും ലോങ് ടേം ലയബിലിറ്റി എന്നും. ഷോർട്ട് ടേം ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഫേം ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതയെയാണ് ഷോർട്ട് ടേം ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേയബിൾ വിത്തിൻ 1 ഇയർ. ഫോർ എക്സാമ്പിൾ, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ് എക്സെട്ര. ലോങ് ടേം ലയബിലിറ്റി മീൻസ് പേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 ഇയർ. ദീർഘകാലയളവിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതയെയാണ് ലോങ് ടേം ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ബാങ്ക് ലോൺ. ഇനി ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ്. ബിസിനസ് ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ക്യാഷ് ആവാം, അസറ്റ്സ് ആവാം, ഏത് രീതിയിലുമാവാം. തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവരുന്ന ക്യാഷിനെ നമ്മൾ ക്യാപിറ്റൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം റവന്യൂ എന്താണെന്ന് നോക്കാം. ദീസ് ആർ ദ എമൗണ്ട്സ് ഓഫ് ദി ബിസിനസ് ഏൺഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിംഗ് സർവീസസ് ടു
കസ്റ്റമേഴ്സ്. റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരുമാനം എന്നാണ്. ഒരു കമ്പനി അതിൻ്റെ പ്രോഡക്ട്സ് വിൽക്കുമ്പോഴോ അതല്ല എങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴോ കമ്പനിക്ക് ലഭിക്കുന്ന തുകയെയാണ്, എമൗണ്ടിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. റെൻ്റ് റിസീവ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി അതിൻ്റെ ഒരു സേവനം മറ്റൊരു വ്യക്തിക്കോ കമ്പനിക്കോ കൊടുത്തപ്പോൾ കമ്പനിക്ക് കിട്ടിയ റെൻറ്റിനെയാണ് റെൻ്റ് റിസീവ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു റവന്യൂ ആണ്, ഒരു വരുമാനം ആണ്. റെൻ്റ് ഒരേ സമയം എക്സ്പെൻസും ആകാം, ഇൻകവും ആകാം. കമ്പനിക്ക് റെൻ്റ് കിട്ടുകയാണ് എങ്കിൽ അതിനെ റെൻ്റ് റിസീവ്ഡ് ആയും, ഇനി കമ്പനി റെൻ്റ് കൊടുക്കുകയാണ് എങ്കിൽ അതിനെ റെൻ്റ് പെയ്ഡ് എന്ന് കാണിക്കും, അത് എക്സ്പെൻസായും പരിഗണിക്കും. നെക്സ്റ്റ് ടേം എക്സ്പെൻസസ്. It is the cost incurred by a business in the process of earning revenue are known as expenses. Expenses എന്നതിൻ്റെ വേർഡ് മീനിങ് ചെലവ്. ബിസിനസ്സിൽ നിന്നും റവന്യൂ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് അല്പം തുക ചെലവാക്കേണ്ടി വരും. ആ ചെലവാക്കേണ്ടി വരുന്ന തുകയെയാണ് എക്സ്പെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ഫോർ എക്സ്പെൻസസ് ആർ റെൻ്റ് പെയ്ഡ്, സാലറി പെയ്ഡ്, എക്സെട്ര. Next term purchases. Purchases are total amount of goods procured by a business on credit and on cash for use or sale. The word meaning of purchase is buying. വാങ്ങുക. പർച്ചേസിൻ്റെ മീനിങ് വാങ്ങുക എന്നാണ്. പർച്ചേസ് ഈസ് ആൻ എക്സ്പെൻസ്. എങ്ങനെയാണ് പർച്ചേസ് ഒരു എക്സ്പെൻസ് ആകുന്നത്? ബിസിനസ് ഫേം സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ അവർക്ക് ക്യാഷ് നൽകേണ്ടതായി വരുന്നു. ഇത്തരത്തിൽ ക്യാഷ് ബിസിനസ് ഫേമിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കൊണ്ട് പർച്ചേസസിനെ ഒരു എക്സ്പെൻസായി കണക്കാക്കുന്നു. പർച്ചേസസ് മേ ബി ഓഫ് ടു ടൈപ്സ്, ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് മുഴുവൻ തുകയും കൊടുക്കുന്നുവെങ്കിൽ അതിനെ ക്യാഷ് പർച്ചേസ് എന്നും, വാങ്ങിക്കുന്ന സമയത്ത് കടമായാണ് വാങ്ങിക്കുന്നത് എങ്കിൽ അതിനെ ക്രെഡിറ്റ് പർച്ചേസ് എന്നും വിളിക്കുന്നു. ക്യാഷ് പർച്ചേസിനെയും ക്രെഡിറ്റ് പർച്ചേസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്യാഷ് പർച്ചേസിൽ ഫോർ ക്യാഷ് എന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും. അതല്ല എങ്കിൽ വ്യക്തിയുടെ പേര് ആ ട്രാൻസാക്ഷനിൽ കാണിച്ചിരിക്കില്ല. ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിച്ചത് അവരുടെ നെയിം ഉൾപ്പെടുത്തിയിരിക്കും. അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷനായി, ക്രെഡിറ്റ് പർച്ചേസായി പരിഗണിക്കും. സെയിൽസ്. വാട്ട് ഈസ് സെയിൽസ്? സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നാണ് അർത്ഥം. അതായത് ബിസിനസ് ഫേം അത് ഉണ്ടാക്കിയ പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. ഇവിടെ സെയിൽസ് രണ്ട് രീതിയിൽ നടത്താം, ക്യാഷ് സെയിൽസായും ക്രെഡിറ്റ് സെയിൽസ് ആയും. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ റൊക്കം ക്യാഷിന് വിൽക്കുക. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ വിറ്റ ഉടനെ പണം കിട്ടാതെ പിന്നീട് ഒരു ഡേറ്റിലേക്ക് പണം തരുന്നത് മാറ്റിവെക്കുക, അതിനെയാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. Next term stock. Stock is the goods available with the business. It includes raw materials and finished goods. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേമിൽ ലഭ്യമായിട്ടുള്ള ഗുഡ്സിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ ബിസിനസ് ഫേമിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന ഗുഡ്സിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിൽ റോ മെറ്റീരിയൽസിനെയും ഫിനിഷ്ഡ് ഗുഡ്സിനെയും ഉൾപ്പെടുത്താം. ഇനി സ്റ്റോക്ക് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഇയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒരു അക്കൗണ്ടിംഗ് ഇയർ എന്ന് പറഞ്ഞാൽ 1 എക്കണോമിക് ഇയർ, അതായത് ഏപ്രിൽ 1 മുതൽ 31 മാർച്ച്, നെക്സ്റ്റ് ഇയർ 31 മാർച്ച് വരെയുള്ള കാലയളവിനെയാണ് അക്കൗണ്ടിംഗ് ഇയർ അല്ലെങ്കിൽ എക്കണോമിക് ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുമ്പോൾ
വിൽക്കാതെ വെച്ചിരിക്കുന്ന സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ അക്കൗണ്ടിംഗ് ഇയറിൽ ബിസിനസ് ഫേമിൽ ബാക്കി വരുന്ന സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഏപ്രിൽ 1 ഓപ്പണിംഗ് സ്റ്റോക്ക് ആയി പരിഗണിക്കുന്നു. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം. ഇനി നെക്സ്റ്റ് ടേം ഡെപ്റ്റേഴ്സ്. Debtors are persons or other entities who owe to an enterprise an amount for buying goods and services on credit. ബിസിനസ് ഫേമിന് ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ബിസിനസ് കടം കൊടുത്ത ആളുകളോ ആണ് ഡെപ്റ്റേഴ്സിൽ വരുന്നത്. ഡെപ്റ്റേഴ്സ് എല്ലായ്പ്പോഴും ബിസിനസ് ഫേമുമായി ചെയ്തിരിക്കുന്ന ബന്ധപ്പെട്ടിരിക്കുന്നു, റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ ബിസിനസ് ഫേമിന് ക്യാഷ് കൊടുക്കാനുള്ളവരാണ് ഈ ഡെപ്റ്റേഴ്സ്. ദെൻ ക്രെഡിറ്റേഴ്സ്. Creditors are persons or other entities who have to be paid by an enterprise an amount for providing the enterprise goods and services on credit. ബിസിനസ് ഫേം കടം കൊടുക്കാനുള്ള ആളുകളെയാണ് ക്രെഡിറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത് ക്രെഡിറ്റ് പർച്ചേസ് സംഭവിക്കുമ്പോഴാണ്. വസ്തുക്കൾ, ഗുഡ്സ് കടമായി വാങ്ങിക്കുമ്പോഴാണ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത്. ഇനി ബിസിനസ് ഫേം ഏതെങ്കിലും വ്യക്തികളുടെ കയ്യിൽ നിന്നോ സ്ഥാപനത്തിൻ്റെ കയ്യിൽ നിന്നോ പണം കടമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരും ക്രെഡിറ്റേഴ്സിൻ്റെ അണ്ടറിൽ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.